ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അഭിഭാഷകനെ ദേവസ്വം ബോർഡ് അഭിഭാഷകനായി നിശ്ചയിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗവും കൂടിയാണിത്. BJP ഉൾപ്പെടെയുള്ള ഹിന്ദു ഭക്തജന സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോഴാണ് UDF സർക്കാരിന് തീരുമാനം മാറ്റേണ്ടി വന്നത്, അഭിഭാഷകനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വന്നത്. നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, ശബരിമല കൊള്ള മുഖ്യ പ്രചരണമാക്കിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷെ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാനോ ചെറുവിരനക്കാനോ VD സതീശൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, സൂചിപ്പിച്ചിട്ടുമില്ല. അതിനുശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്കും അതേപോലെ ദ്വാരപാലക ശില്പം ഉരുക്കി സ്വർണം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചയച്ച ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിശ്ചയിച്ചത്. മാത്രമല്ല, ആദ്യം ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ ഒരഭിപ്രായം വന്നത്, വകുപ്പ് മന്ത്രി പറഞ്ഞു എനിക്കറിയില്ല, മുഖ്യമന്ത്രിയാണ് നിശ്ചയിച്ചത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി അറിയാതെ നിശ്ചയിക്കുമോ? ഗവൺമെൻറ് പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന സമയത്ത് അവരെക്കുറിച്ചും അവരുടെ കഴിവുകളെക്കുറിച്ചും സ്വാഭാവികമായും സർക്കാർ പരിശോധന നടത്താറുണ്ട്. ഇതെല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിവിഭാഗം അഭിഭാഷകനെ ദേവസ്വം ബോർഡ് അഭിഭാഷകനായി നിശ്ചയിച്ചത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികൾ സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് എന്തുകൊണ്ടാണെന്ന BJPയുടെ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൊള്ളയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനുള്ളതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് നിസ്സംശയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാർക്സിസ്റ്റ് കോൺഗ്രസ് കുറുവ സംഘത്തിന് പങ്കുണ്ടെന്നുള്ള BJP ആരോപണം അടിസ്ഥാനപരമാണ്, സത്യസന്ധമാണ് എന്നിതിലൂടെ വ്യക്തമായിരിക്കുകയാണ്.